വയസ്സിന് മൂത്തവരെ കല്യാണം കഴിക്കണം എന്നാണ് പെൺകുട്ടികളോട് പൊതുവെ വീട്ടുകാർ പറയാറുള്ളത്. വയസ്സിന് ഇളയ ആൺകുട്ടികളെ കല്യാണം കഴിച്ചാൽ പ്രശ്നമുണ്ടോ? അതല്ലെങ്കിൽ ആൺകുട്ടികൾ വയസ്സിന് മൂത്ത പെൺപിള്ളേരെ കല്യാണം കഴിച്ചാൽ പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ, എന്ത് പ്രശ്നം. പക്ഷെ അതൊരു എന്താ പറയാ വലിയ നീചമായ ഒരു കാര്യമായിട്ടാണ് നമ്മുടെ നാട്ടിൽ കണക്കാക്കപ്പെടുന്നത് എന്നുള്ളതാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം വയസ്സിന് എന്തുകൊണ്ടാണ് അവർ പറയുന്നത് എന്നുള്ളതിനൊരു സയന്റിഫിക് ആയിട്ടുള്ള റീസണിങ് അവർ ഇതുവരെ നടത്തിയിട്ടില്ല. പക്ഷെ ചിലർ പറയും പെൺകുട്ടികൾക്ക് കുറച്ച് വയസ്സാകുമ്പോഴേക്കും കുറച്ചും ഏജ്ഡ് ലുക്കായി മാറും, അല്ലെങ്കിൽ പെട്ടെന്ന് ഏജ്ഡ് ആവുന്ന ഒരു പ്രകൃതമാണ് പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ പെൺ ശരീരത്തിനുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നവരുണ്ട്. അപ്പൊ ആണുങ്ങൾ കുറച്ച് മൂത്തതാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അവരെ കാണുമ്പോൾ ഏകദേശം സമപ്രായം തോന്നിക്കും. അതല്ലെങ്കിൽ പിന്നെ മെച്യൂരിറ്റി ലെവൽ പറയുന്നവരുണ്ട്. പെൺകുട്ടികൾ കുറച്ചുകൂടി മെച്യൂർഡായ ചെറിയ വയസ്സിൽ തന്നെ മെച്യൂർഡ് ആവുന്നവരാണ് അത്ര പെൺകുട്ടികൾ. പക്ഷെ ആണുങ്ങൾക്ക് അങ്ങനെയല്ല. അങ്ങനത്തെ കുറച്ച് റീസൺ, ചിലത് ലോജിക്കലാണെന്ന് നമുക്ക് പറയാം, ചിലത് ഇല്ലോജിക്കലായ റീസണുകൾ പറഞ്ഞിട്ടാണ് ഈ പെൺകുട്ടികൾ വയസ്സിന് മൂത്ത ആൺകുട്ടികളെ കല്യാണം കഴിക്കണം എന്ന് പറയുന്നത്. അതിന്റെ ആവശ്യകത എന്താണ്? അതിന്റെ ആവശ്യകത ഇല്ല. ഞാൻ മനസ്സിലാക്കുന്നത് അതൊക്കെ വെറുതെ പറയുന്ന റീസൺസ് ആണ്. ശരിക്കും അങ്ങനെയൊക്കെ നമ്മൾ കണക്കാക്കി നടക്കുന്ന എത്ര കല്യാണങ്ങൾ ഫ്ലോപ്പ് ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും എത്ര കല്യാണങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ കല്യാണം കഴിച്ച എത്ര ആളുകൾക്കിടയിൽ ഇപ്പോഴും കലഹങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ദാമ്പത്യ പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് തന്നെ തെളിയിക്കുകയല്ലേ അതില് വലിയ കാര്യമൊന്നുമില്ലെന്ന്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പൊതുവെ ഇപ്പൊ പ്രണയവിവാഹങ്ങൾ കൂടി വരുന്ന ഒരു കാലമാണ്. ആ സമയത്ത് നമ്മുടെ നാട്ടിലിപ്പോ എനിക്ക് വയസ്സിന് താഴെയുള്ള ഒരാളെ പ്രണയിക്കുക എന്നിരിക്കട്ടെ, ഞാൻ വീട്ടിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു കൂട്ടുകാരനോടോ കൂട്ടുകാരിയോടോ ഞാൻ ഇത് പറയുകയാണെങ്കിൽ എന്നോട് പറയും അങ്ങനെ കല്യാണം കഴിക്കാൻ പാടില്ല. അപ്പൊ ഞാൻ എന്ത് പറയും? സച്ചിൻ ടെണ്ടുൽക്കർ കല്യാണം കഴിച്ചത് അങ്ങനെയല്ലേ എന്ന് പറയും. അപ്പൊ എന്ത് ചോദിക്കും? നീ സച്ചിൻ അല്ലല്ലോ, അല്ലെങ്കിൽ അവൻ സച്ചിൻ അല്ലല്ലോ. അത് ക്ലീശേ ചോദ്യമാണ് ഇപ്പൊ എല്ലാവർക്കും ഇടയിൽ. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഇത് ആരോ ആവട്ടെ, അത് അയാളുടെ വ്യക്തിപരമായ താല്പര്യം. ഇന്ന് ഞാനൊരു വാർത്ത കണ്ടു. ആ വാർത്തയിൽ പറയുന്നത് ഒരു 70 വയസ്സോളം ഉള്ള ഒരു അമ്മ തന്റെ മകന്റെ പ്രായമുള്ള ഒരാളെ 49 വയസ്സ് പ്രായമുള്ള ഒരാളെ കല്യാണം കഴിക്കാൻ പോവാണ്. മകന്റെ കൂട്ടുകാരനോ ആരോ ആണ് കല്യാണം കഴിക്കാൻ പോവാണ്. അപ്പൊ അതിന്റെ പേരിലുള്ള ലീഗൽ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ ഈ ഒബ്വിയസ്ലി മകൻ അതിൽ എതിർപ്പുണ്ടായിരിക്കാം. അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് ഈ സ്ത്രീയുടെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഈ സ്ത്രീ ആരെ കല്യാണം കഴിക്കണം, അതല്ലെങ്കിൽ വയസ്സിന് മൂത്തവരെ കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ വയസ്സിന് ഇളയവരെ കല്യാണം കഴിക്കണോ എന്നൊക്കെ ഒരാളുടെ വ്യക്തിപരമായ താല്പര്യമാണ്. അതിനെ എന്തിനാണ് ഇത്തരത്തിൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്, അല്ലെങ്കിൽ ഇതെന്തിനാണ് പൊതുസമൂഹത്തെ ഇത്രത്തോളം കൺസേൺ ആക്കുന്നത്? ഈ പറഞ്ഞ ഈ ഒരു കേസിലുള്ള ആളുകളാണെങ്കിൽ എടുക്കുകയാണെങ്കിൽ തന്നെ അവർക്കും, അതായത് ആ സ്ത്രീക്കും കല്യാണം കഴിക്കാൻ പോകുന്ന പുരുഷനും പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ? ഇല്ല. അവരതുകൊണ്ടാണല്ലോ കല്യാണം കഴിക്കുന്നത്. പിന്നെ ഇനി ആർക്കാണ് പ്രശ്നം? അവർക്ക് ഒന്നിച്ച് ജീവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സമാധാനവും സന്തോഷവും ഉണ്ടാവും ഉറപ്പുള്ളത് കൊണ്ടായിരിക്കുമല്ലോ അവർ ആ ഒരു പ്രസ്ഥാനം തുടങ്ങാൻ വിചാരിച്ചിട്ടുണ്ടാവുക. അപ്പൊ പിന്നെ അതിന്റെ പുറത്ത് നിന്നിട്ട് കുറെ ആളുകൾ വന്ന് വാക്കേറ്റം ഉണ്ടാക്കുകയും അല്ലെങ്കിൽ സമ്മർദ്ദം ഉണ്ടാക്കുകയും ചെയ്യുന്നതിൽ എന്താണ് കാര്യമുള്ളത്? അവർക്ക് ഉറപ്പുള്ള ഒരു കാര്യത്തിൽ അവര് ചെയ്യട്ടെ പോട്ടെ എന്നുള്ളതാണ്. അതിനകത്തൊരു ഇടങ്കോലിടേണ്ട ആവശ്യകത ഉണ്ടെന്ന് തോന്നില്ല. ഇതിന് തന്നെ മറ്റൊരു വേറൊരു പെർസ്പെക്റ്റീവ് ആയിട്ട് ഞാൻ കാണുന്ന ഒരു പോയിന്റ് ആണ്. ഇപ്പോ ഒരു 25 വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരു 50 വയസ്സുള്ള ഒരു ആണിനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ, മൂത്തതാണ് പക്ഷെ വയസ്സ് കുറച്ചധികം കൂടുതലാണ്, അപ്പൊ അതൊരു ഷുഗർ ഡാഡി സെറ്റപ്പിലേക്ക് മാറും. ഒന്നാമത്തെ കാര്യം, അത് പോട്ടെ എന്ന് വെക്കാം. രണ്ടാമത്തത്, ഈ ആണിന്റെ സ്വത്തും പണവും നോക്കിയിട്ട് മാത്രമാണ് ഈ സ്ത്രീ ഇയാളെ കല്യാണം കഴിക്കുന്നത് എന്നുള്ളൊരു പ്രതിനിധിയാണ് പിന്നെ എല്ലാവരും അതിനെ. കാരണം നമ്മള് സ്വാസികയുടെ ഒരു സിനിമ കണ്ടിട്ടുണ്ട്. ആ സിനിമയുടെ പേര് എനിക്ക് അത്ര ഓർമ്മയില്ല. സ്വാസികയും നമ്മുടെ അലൻസിയറും ചേർന്നിട്ടുള്ള ഒരു സിനിമയുണ്ട്. ആ സിനിമയിൽ ഈ സ്വാസിക അലൻസിയറിനെ ആ സിനിമയിൽ പോർട്രേ ചെയ്തിരിക്കുന്ന രീതിയും അങ്ങനെ തന്നെയാണ്. ഈ പൈസയ്ക്ക് വേണ്ടി സ്വാസിക അലൻസിയറിനെ സ്നേഹിക്കുന്നത്, കല്യാണം കഴിക്കുന്നതുമായിട്ടാണ് അതിനെ പോർട്രേ ചെയ്തിരിക്കുന്നത്. പിന്നെ റോഷനായി റിലേഷൻഷിപ്പ് ഉണ്ടാവും, അങ്ങനെ രീതിയിലാണ് ആ സിനിമ പോകുന്നത്. പക്ഷേ എല്ലാവരും അതിനുവേണ്ടി മാത്രമാണെന്ന് പറഞ്ഞാൽ അതിനെ നോർമലൈസ് ചെയ്യുക, അല്ലെങ്കിൽ അതിനൊരു കോമൺ സാധനമാക്കി മാറ്റുന്നതിനോട് എനിക്ക് എതിർപ്പ് തോന്നിയിട്ടുണ്ട് പലവട്ടവും. ശരിയാണ്, അത് എല്ലാവരും ആ ഒരു കാര്യം കൊണ്ടാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഈ അടുത്ത് നമ്മള് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വൈറലായിരുന്ന ഒരു കല്യാണം ഉണ്ടായിരുന്നു. ഒരു സീരിയൽ നടി ദിവ്യ ശ്രീധർ എന്ന് പറയുന്ന, അവര് കല്യാണം കഴിച്ച ക്രിസ് വേണുഗോപാൽ എന്ന് പറയുന്ന ഒരാളായിരുന്നു. അവര് തമ്മിൽ എന്താ പറയാ, കാഴ്ചയിൽ ഒരുപാട് ഏജ് ഡിഫറൻസ് ഫീൽ ചെയ്യുമായിരുന്നു. അപ്പൊ ആ സമയത്ത് ദിവ്യ ശ്രീധർ നേരിട്ട വലിയൊരു പ്രശ്നമായിരുന്നു, എന്തിനാണ് ഇത്രയും വലിയൊരു പ്രായാധിക്യമുള്ള ഒരു മനുഷ്യനെ കല്യാണം കഴിച്ചത്, എന്താണ് അയാളിൽ ആകർഷണം വരാൻ എന്താണുള്ളത്, ഇത്രയും പ്രായമുള്ള ഒരാളെ കല്യാണം കഴിച്ച് ജീവിതം തുടങ്ങുമ്പോഴേക്കും അയാൾ പ്രായാധിക്യം മൂലം മരിച്ചുപോയി എന്ത് ചെയ്യും, എന്തിനാണിത് തുടങ്ങിയിടുന്നത്? ഇങ്ങനെയുള്ള വളരെ പൈശാചികമായ എന്താ പറയാ വിമർശനങ്ങളും നിരൂപണങ്ങളും ഒക്കെ ആയിരുന്നു അവർ നേരിട്ടിരുന്നത്. അവരിപ്പോഴും ഭയങ്കര ഹാപ്പിയാണ്. അവർ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസത്തോളം ആയി, അവരിപ്പോഴും ഹാപ്പിയാണ്. അവർ കൊടുത്ത ഇന്റർവ്യൂസിലും ഒക്കെ നമുക്ക് ഈ റിയൽ ലൈഫ് ആണ് നമുക്ക് അറിയാൻ പറ്റുക. ബട്ട് സ്റ്റിൽ അവർ സംസാരിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അവർ
അവർ ഭയങ്കര ഹാപ്പിയാണ്. അവർ കല്യാണത്തിന്റെ അന്നും ഹാപ്പിയാണ്, അതിന് ശേഷവും അവർ ഹാപ്പിയാണ്. അപ്പം ഭാവിയിൽ ഒരു ഹാപ്പി ആയിരിക്കട്ടെ വോട്ടെവർ. അപ്പം ഈ ഒരു ഏജ് ഗ്യാപ്പ് അവർക്ക് പ്രശ്നമല്ലെങ്കിൽ, അതായത് ആരോ ആവട്ടെ ആ ആളുകൾക്ക്, അത് വയസ്സ് കൂടുതലുള്ള സ്ത്രീയും വയസ്സ് കുറഞ്ഞ പുരുഷനോ അല്ലെങ്കിൽ വയസ്സ് കൂടുതലുള്ള പുരുഷനും വയസ്സ് കുറഞ്ഞ സ്ത്രീയോ ആയാൽ പോലും അവർക്കതൊരു ബുദ്ധിമുട്ടല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ആളുകൾ അതിനകത്ത് കയറി ഇടപെടുന്നതെന്നാണ് എനിക്ക് ചോദിക്കുന്നത്. ഇടപെടേണ്ട ആവശ്യമില്ലെങ്കിലും ഇടപെട്ടില്ലെങ്കിൽ അത് മോശമായി പോകുന്നുള്ള ഒരൊറ്റ കാരണത്തിൽ ഇടപെടുന്നവരാണ് കൂടുതൽ പേരും എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എന്താ പറയാ, ഇപ്പൊ രണ്ടുപേര് കല്യാണം കഴിക്കാൻ തീരുമാനിക്കുകയാണ്. അവര് തമ്മിൽ ഈ പറഞ്ഞ പോലെ, നമ്മൾ ഈ ഇപ്പൊ സംസാരിച്ച പ്രസ്തുത വിഷയത്തിലേതുപോലെ പുരുഷന് പ്രായം കൂടുതലും പുരുഷന് പ്രായം കുറവും സ്ത്രീക്ക് പ്രായം കൂടുതലും ആണെന്നിരിക്കട്ടെ, പക്ഷെ അവരുടെ കംഫർട്ട് നോക്കിയിട്ട് അവര് വിവാഹം ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. അവർക്ക് പരസ്പരം ഇഷ്ടമാണ്, അവർക്ക് ഉറപ്പുണ്ട്, മനസ്സിൽ പരസ്പരം ഉറപ്പുണ്ട്. നമ്മൾ ഒന്നിച്ച് ജീവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് സ്നേഹത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെയും പോകാൻ പറ്റും. ഈ ഒരു എന്താ പറയാ, ഒരു കോൺഫിഡൻസോട് കൂടി അവർ കല്യാണമൊക്കെ കഴിക്കാൻ റെഡി ആയിരിക്കുന്ന സമയത്ത് എക്സ്റ്റേണലി ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഒരു പരിധി വരെയൊക്കെ ആളുകൾ അതിനെ ചെറുത്ത് നിൽക്കും. ഇല്ല, ഒന്നുമില്ല, ഞങ്ങൾക്ക് അറിയാം, ഞങ്ങൾ എങ്ങനെയാ, ഞങ്ങൾക്ക് അത് പറ്റും എന്നൊക്കെ കരുതും. പക്ഷെ മെന്റലി അത് എഫക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ട്. അതായത് ആളുകൾ ഈ നേരത്തെ ശില്പ പറഞ്ഞ പോലത്തെ ആ ഒരു എന്താ പറയാ റീസൺസും കൊണ്ടുവരും. അതായത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മടുക്കും, പ്രായം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നിനൊന്നിനും താല്പര്യം ഉണ്ടാവില്ല. ഇനിയിപ്പോ കുട്ടികളൊക്കെ ആയി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ പറയാം, നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവും, ഭയങ്കര കോംപ്ലിക്കേഷൻസ് ആയിരിക്കും, കുട്ടികളൊന്നും ഉണ്ടാവില്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ശുഭാപ്തി വിശ്വാസം വളരെയധികം ലോ ആവും. പിന്നീട് എന്താ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ ഈ ജാതകത്തെയൊക്കെ പോലെയൊക്കെ തന്നെയാണ് എന്ന് വെച്ചാൽ, പിന്നെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാലും ഇവർ ഇതുകൊണ്ടാണെന്ന് അങ്ങ് വിചാരിക്കും, ജഡ്ജ് ചെയ്യപ്പെടും. ലൈക്ക് അപ്പൊ എന്താ വെച്ചാൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കും, വളരെ കോമൺ ആയിട്ടുള്ള എല്ലാ റിലേഷൻഷിപ്പിലും ഉണ്ടാവുന്ന പ്രശ്നങ്ങളായിരിക്കും. പക്ഷെ ഇത് ഉണ്ടായത് ഈ പ്രായത്തിന്റെ പ്രശ്നം കൊണ്ടാണ് എന്നവർ ചിന്തിച്ചു കൂട്ടിയിട്ട് പിന്നെ അത് കോംപ്ലിക്കേഷൻസിലേക്ക് എത്തുന്ന ഒരു രീതിയിലേക്ക് മാറുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതുപോലെ തന്നെ വേറെ പ്രശ്നമാണ് ഈ ഒരേ പ്രായത്തിലുള്ള ഒരു കല്യാണം കഴിക്കുന്നതിന് എതിർക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിന് എന്തൊക്കെയോ റീസൺസ് അവർ പറയുന്നുണ്ട്. മെച്യൂരിറ്റി ഭയങ്കര വലിയ റീസൺ ആയിട്ട് പറയുന്നത്. പക്ഷെ എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല പ്രായം അനുസരിച്ചിട്ടാണ് ഒരാളുടെ മെച്യൂരിറ്റി ഇരിക്കുന്നതെന്ന്. 40-40 വയസ്സായ ആൾക്കാർ മെച്യൂർഡ് അല്ലാതെ ബിഹേവ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, ഇല്ലേ? അതാണായാലും പെണ്ണായാലും ചെയ്യുന്നവരുണ്ട്. സോ മെച്യൂരിറ്റി ഒരിക്കലും വയസ്സിന്റെ അടിസ്ഥാനത്തിൽ, അതായത് ജീവിച്ചു വരുന്ന സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വളരെ പാമ്പർ ചെയ്യപ്പെട്ട് ജീവിച്ചു വരുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ വളർന്നു വരുന്ന ഒരാൾക്ക് എത്ര വയസ്സായാലും മെച്യൂരിറ്റി വരില്ല, ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ്. അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റണമെന്നില്ല. അത് ഒരിക്കലും പ്രായത്തിന്റെ ബേസിസിലിരിക്കും. ചിലപ്പോൾ ഒരു 18 വയസ്സുള്ള കുട്ടിക്ക് നമ്മളെക്കാൾ കൂടുതൽ ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ടാവും. സോ അവൻ പഠിച്ച പാഠങ്ങൾ നമുക്ക് ആർക്കും അറിയാത്തതായിരിക്കും. സോ അവൻ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുന്ന പോലെ നമുക്ക് ആർക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ ഒരിക്കലും മെച്യൂരിറ്റിയുടെ അളവുപോലെ ഒരിക്കലും ഏജ് അല്ല, അത് ഇവർ മനസ്സിലാക്കണമെന്നില്ല. പിന്നെ ഈ ഏജ് കൂടിയാലും ഏജ് കുറഞ്ഞാലും ഇതൊന്നും അവരുടെ ഒരു ലൈംഗിക ജീവിതത്തെയോ ഒന്നിനെയും ബാധിക്കാൻ പോകുന്നില്ല. അതൊരു മിഥ്യാധാരണയാണെന്നുള്ള ബോധം മനുഷ്യർക്കിടയിൽ വരണം എന്നുള്ളതാണ്. അംഗീകരിക്കുന്നില്ല സമൂഹം എന്നുള്ളതാണ് അവരുടെ ഒരു ഐഡിയൽ കൺസെപ്റ്റ് ആണ്. പ്രായം കൂടുതലുള്ള പുരുഷനും പ്രായം കുറഞ്ഞ സ്ത്രീയും, അത് അങ്ങനെ നടക്കാൻ പാടുള്ളൂ. അതിനപ്പുറത്തേക്ക് നമ്മൾ ഈ പറഞ്ഞ കേസുകളൊക്കെ സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് പിന്നെ അതൊരു ശിഥിലതയിലേക്ക് വഴിയെത്തുള്ളൂ. അതല്ലെങ്കിൽ അതിനകത്ത് ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളെയും ഇത് മൂലമാണ് എന്ന് പറഞ്ഞ് അതിനെ ജഡ്ജ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളൊരു ഇമോഷണലി വീക്കായിരിക്കുന്ന സമയത്ത് ഇത്തരം സമീപനവും കൊണ്ട് വന്ന് വീണ്ടും നമ്മളെ വീക്കാക്കാൻ അത് ഇടയാവുക, ഇതിനൊക്കെയാണ് വഴിവെക്കുക. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏജ് ഗ്യാപ്പ് അല്ല ഒന്നിന്റെയും മാനദണ്ഡം ആത്യന്തികമായും എന്നുള്ളതാണ് അതിന്റെ ഒരു വലിയ കാര്യം. ആളുകളുടെ കംഫർട്ടും അവരുടെ സമാധാനത്തിനും അനുസരിച്ച് ബുദ്ധിപൂർവ്വം ആളുകൾ എടുക്കുന്ന തീരുമാനത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അതെ, ഉറച്ചു നിൽക്കാൻ പഠിക്കുക എന്നുള്ളത് ആ രണ്ട് ദമ്പതികൾ ചെയ്യേണ്ട കാര്യമാണ്. പുറത്തുനിന്ന് വരുന്ന ആളുകളെ മൈൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതും അവർ ചെയ്യേണ്ട കാര്യമാണ്. പുറത്തുനിന്ന് വരുന്ന ഈ ആളുകൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ പാട്ടിന് വിടുക. എന്തെങ്കിലും ജീവിതമാണ്, അവരുടെ ലെറ്റ് ദം ലിവ് ദെയർ ലൈഫ്.